മൂന്നാമത്തെ റക്അത്തിൽ അല്ലെങ്കിൽ നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതാതെ റുക്കൂ ചെയ്യും. ആ നിസ്കാരത്തിൽ തന്നെ ആ മൂന്നാമത്തെ റക്അത്ത് വീട്ടേണ്ടതുണ്ടോ അതോ നിസ്കാരം പൂർണ്ണമായി വേറെ നിസ്കരിക്കേണ്ടതുണ്ട്? ചോദ്യം മനസ്സിലായോ? മൂന്നാമത്തെ റക്അത്തിൽ അല്ലെങ്കിൽ നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹ വിട്ടുപോയിട്ട് ആ നിസ്കാരത്തിൽ തന്നെയാണോ ആ റക്അത്ത് മടക്കേണ്ടത്? അതായത് നിസ്കാരം ഇങ്ങനെ പൂർണ്ണമായിട്ട് ആദ്യം തൊട്ട് നിസ്കരിക്കണം. ഇവിടെ ഇത് ഷാഫിഈ മദ്ഹബ് പ്രകാരമുള്ള ഈ ചോദ്യം ഉദിക്കുന്നു. ഹനഫി മദ്ഹബ് പ്രകാരം ഇങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. കാരണം ഹനഫി മദ്ഹബിൽ ഫാത്തിഹ വാജിബാണ്, ഫർള്. മുത്തലഖുൽ ഖിറാഅത്താണ് ഫർള്. അത് ഫർള് നിസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്തിലെ ഫർള് നിസ്കാരത്തിൽ മനസ്സിലായോ? ബാക്കിയുള്ള ശേഷമുള്ള റക്അത്തുകൾ സുന്നത്താണ്. സുന്നത്തല്ല, വാജിബാണ്. വാജിബാണ്. നഫിൽ നിസ്കാരത്തിൽ എല്ലാ റക്അത്തിലും എന്താണ്? വാജിബാണ്. ഇതാണ് വ്യത്യാസം. എന്തായാലും ആദ്യത്തെ 2 ഇപ്പൊ ഫർള് നിസ്കാരവുമായി ബന്ധപ്പെട്ടപ്പോൾ ആദ്യത്തെ 2 റക്അത്തിൽ ഓതിയിട്ടില്ലെങ്കിൽ, ഓതാൻ വിട്ടുപോയാൽ ശേഷമുള്ള റക്അത്തിലേതെങ്കിലും ഓതിയാലും മതിയാവും. ഖിറാഅത്ത് മുതഹല്ലിലാണ്, തഹല്ലുൽ വരുന്നുണ്ട്. അപ്പൊ ഹനഫി മദ്ഹബിൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു സംശയം അവിടെ ഉന്നയിക്കുന്നില്ല. ഷാഫിഈ മദ്ഹബ് പ്രകാരം എല്ലാ റക്അത്തിലും ഫാത്തിഹ ഫർളാണ്. ഒരു റക്അത്തിൽ ഫാത്തിഹ വിട്ടുപോയാലും എന്ത് ചെയ്യുന്നത്? ശരിയാവില്ല. ഫാത്തിഹ വിട്ടുപോകുന്നതല്ല, ഫാത്തിഹയുടെ 114 അക്ഷരങ്ങളിൽ ഒരക്ഷരം വിട്ടുപോയാലും ഫാത്തിഹ ശരിയല്ല. അങ്ങനെയാണല്ലോ. അതിന്റെ ഒരക്ഷരം പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, വിട്ടുപോകാൻ പാടില്ല. ഇവൻ എന്ത് ചെയ്യണം? അവിടെ നോക്കേണ്ടത് അവൻ അന്ധനാണ് ഫാത്തിഹ വിട്ടത് എങ്കിൽ, അങ്ങനെ മനഃപൂർവ്വം വിട്ടതാണെങ്കിൽ നിസ്കാരം. കാരണം നിസ്കാരത്തിൽ ഇത്തരം കാര്യങ്ങൾ അന്ധൻ ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം എന്ത് ചെയ്യും? കൗലിയായ ഒരു റുക്കിനെ അന്ധൻ ഉപേക്ഷിക്കുക, അല്ലെ ഫിഅലിയായ ഒരു റുക്കിനെ എന്ത് ഉപേക്ഷിച്ചാൽ അന്ധനാണെങ്കിൽ എന്ത് നിസ്കാരം ഉള്ളതാണ്. കൗലിയായ ജാഹിലക്ക് തഹരീം അല്ല, ജാഹിലക്കല്ല, ആലിമക്ക് തഹരീം. ഹറാമാണ്, ഇത് ഫർളാണ് എന്ന് അറിഞ്ഞിട്ടും അന്ധം വിട്ടുകഴിഞ്ഞ നിസ്കാരം. സഹവനാണ് വിട്ടതെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി ഈ ഭാഗത്തിന്റെ മജ്മൂഇലെ 3-ാം ഭാഗം 332-ാം പേജ്. ഞാൻ പറഞ്ഞ ആ നുസ്ഖയാണ് ഇവിടെ പറയുന്ന പേജ് നമ്പർ. അമ്മാ ഹുക്മുൽ മസ്അലത്തി ഫീമൻ തറക്കൽ ഫാത്തിഹത നാസി. ഒരുത്തൻ മറന്നുകൊണ്ട് ഫാത്തിഹ വിട്ടു, ഹത്താ സല്ലമ, അങ്ങനെ സലാം അല്ലെങ്കിൽ ഫാത്തിഹ ഒഴിവായി. ഖൗലാനി മശ്ഹൂറാൻ, 2 ഖൗലാണ് അവിടെയുള്ളത്. അസഹുഹുമാ ബിത്തിഫാഖിൽ അസ്ഹാബ് വഹുവൽ ജദീദ്. ഷാഫിഈ മദ്ഹബിൽ ജദീദായ അഭിപ്രായം അസ്ഹാബുകളുടെ ഇത്തിഫാഖ് അതിലുണ്ട്. എന്തെന്ന്? ലാ തസ്ഖുതു അൻഹുൽ ഖിറാഅത്ത്. ഖിറാഅത്ത് അവരിൽ നിന്ന് മതിയില്ല, ആ ചുമതല ഒഴിവാക്കില്ല. ബൽ ഇൻ തദക്കറ ഫി റുകൂഇ, ഫാത്തിഹ ഒഴിവാക്കി റുകൂഇൽ വെച്ചാണ് ഫാത്തിഹ മറന്ന കാര്യം ഓർത്തു വന്നത്. അതല്ലെങ്കിലോ ഔ ബഅദഹു ഖബ്ലൽ ഖിയാമി ലഫാനിയ, റുകൂഇന് ശേഷമാണ് ഓർമ്മ വന്നത്, 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഓർമ്മ വന്നു. അങ്ങനെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പോൾ തന്നെ അവൻ വീണ്ടും ഖിയാമിലേക്ക് വരണം. അതുവരെ ചെയ്തൊക്കെ പോയി, അത് വന്ന് നേരെ ഖിയാമിലേക്ക് വന്ന് ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതണം എന്നിട്ട് അടുത്ത റക്അത്തിന്റെ ഖിയാമിലേക്ക് വരുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ ആ ഓർമ്മ വന്ന ഉടനെ എന്ത് ചെയ്യണം? അവൻ ഖിയാമിലേക്ക് വരണം. വന്നിട്ട് എന്ത് ചെയ്യും? ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതിക്കുന്ന സാധാരണ നിസ്കരിക്കണം. അതിന്റെ ഇടയിൽ നിസ്കരിച്ച ചെയ്ത അമലുകളൊക്കെ തീർന്നുമായി പോകും. ഇനി അടുത്ത റക്അത്തിൽ എഴുന്നേറ്റതിന് ശേഷമാണ് ഓർമ്മ വന്നത്. വൈൻ തദക്കറ ബഅദ ഖിയാമിഹി ലസാനിയ, 2ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റതിന് ശേഷമാണ് കഴിഞ്ഞ റക്അത്തിൽ ഫാത്തിഹ വിട്ടുപോയല്ലോ എന്ന് ഓർമ്മ വന്നതെങ്കിൽ ലഗത്തിൽ ആ റക്അത്തിൽ അതിന് മുമ്പ് നിസ്കരിച്ച നിസ്കാരമില്ലേ, ആ റക്അത്തിൽ ലഗമായി. ഇപ്പൊ 3ാമത്തെ റക്അത്തിലാണ് ഫാത്തിഹ വിട്ടതെങ്കിൽ ഇപ്പൊ 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റതിന് ശേഷമാണ് ഓർമ്മ വന്നത് എങ്കിൽ അപ്പൊ അതാണ് അവരുടെ 3ാമത്തെ റക്അത്ത്. 4ാമത്തെ റക്അത്തായിട്ട് എഴുന്നേറ്റ് അതാണ്
ലഘുവായി പോയി. അടുത്ത റക്അത്ത് ആദ്യ റക്അത്തായി മാറി. എന്നുവെച്ചാൽ 3 4 3ആയി മാറി. 2ലാണ് എന്ത് ചെയ്യുന്നത് ഓർമ്മ വന്നെങ്കിൽ ഈ 2 1ആയി മാറി. ഇത് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? സലാം വീട്ടിൽ ഇമാമിന്റെ പുറകിലാണ് നിസ്കരിക്കുന്നെങ്കിൽ മസ്ബൂക്കായിട്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അപ്പൊ അത് 3ാമത്തെ റക്അത്താണ്. 20 റക്അത്തും കൂടെ നിസ്കരിച്ചിട്ട് സലാം വീട്ടാം. സലാം വീട്ടിയതിനു ശേഷമാണ് ഫാത്തിഹ വിട്ട കാര്യം ഓർമ്മ വന്നതെങ്കിൽ കൂടുതൽ സമയം കഴിയുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ ഉടനെ എഴുന്നേറ്റ് റക്അത്ത് ചെയ്യണം. അവ ചെയ്തതിന്റെ മേൽ അവൻ ചെയ്യുക. ഒരു റക്അത്ത് കൂടെ ചെയ്യുക, അവ നിസ്കരിക്കുക. സഹവിന് വേണ്ടി എന്ത് ചെയ്യണം? സലാം വീട്ടിൽ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റിൽ ദീർഘിച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ അപ്പൊ തുടക്കത്തിൽ നിസ്കാരം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? തിരിച്ച് നിസ്കരിക്കണം. നേരെ എഴുന്നേറ്റ് ഒരു റക്അത്ത് നിസ്കരിക്കുക. സലാം വീട്ടിയതിന് ശേഷമാണ് ഓർമ്മ വന്നെങ്കിൽ എഴുന്നേറ്റ് ഒരു റക്അത്ത് നിസ്കരിക്കുക. അല്ല റുക്കൂല് വെച്ചാൽ ഓർമ്മ വന്ന് ഇങ്ങനെ കുനിഞ്ഞിട്ടല്ല എഴുന്നേക്കേണ്ടത്. എഴുന്നേറ്റ് ഒരു റക്അത്ത് നിസ്കരിക്കുക. ഇത്രയും പറഞ്ഞ് മനസ്സിലായത് ഇതാണ് ഷാഫിഈ. ഇനി അടുത്തത്